കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ബാംഗ്ലൂരിലൊരു NDT കമ്പനിയിൽ ട്രെയിനായിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. +2 പഠിച്ചത് കൊമേഴ്സാണ്, പാലക്കാട് തന്നെയാണ്. ഞാൻ അങ്ങനെ കോയമ്പത്തൂർ പോയി അവിടെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിനുശേഷം ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് കുറേ ഏത് കോഴ്സ് എടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ആഡ് കണ്ടു. പിന്നെ ഫ്രണ്ട്സും പറഞ്ഞു ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് സംസാരിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. അബ്ദുള്ള സാറ് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കുറേ വർഷമായിട്ട് ഈ ഫീൽഡിലായാലും ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് സപ്പോർട്ടുമായിട്ട് നിന്നിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്. സാറും ഇപ്പോഴും നല്ല രീതിയിൽ കമ്പനിയായിട്ട് തന്നെ പോകുന്നു. എല്ലോ സാറായാലും ഇപ്പോൾ പുതിയ സാറും ദീപക് സാറായാലും ലാബ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തിയറി പഠിച്ചപ്പോൾ അത്രയ്ക്ക് നമുക്ക് മനസ്സിലായില്ല. ലാബ് ചെയ്തപ്പോൾ കറക്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മനസ്സിലാവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓയിൽ ആൻഡ് ഗ്യാസിൽ നമുക്ക് വെളി രാജ്യത്ത് നല്ല രീതിയിലേക്ക് സ്കോപ്പ് ഉള്ളതാണ്. റിഗായാലും അത്യാവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നല്ല രീതിക്കുണ്ട്. സേഫ്റ്റിൻ്റെ ടീച്ചിങ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആളുടെ നിന്ന് കിട്ടിയതുകൊണ്ട് ഉപകാരപ്പെടും വെളിയിൽ പോയാലും.